ബബ്ബബ്ബ എന്ന സിനിമയുടെ ഉള്ളിൽ മാത്രമല്ല ദിലീപും മ്യൂസിക് ഡയറക്ടറായ ഗോപി സുന്ദറും തമ്മിലുള്ള ബന്ധം. ഇവർ തമ്മിലുള്ള ബന്ധം കുറേ സിനിമകളിൽ ഗോപി സുന്ദർ മ്യൂസിക് ഡയറക്ടറായി വന്നിട്ടുണ്ട്. അപ്പോൾ ദിലീപിന്റെ ഏതൊക്കെ സിനിമയിലാണ് ഗോപി സുന്ദർ മ്യൂസിക് നൽകിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് വൈശാഖിന്റെ സംവിധാനത്തിൽ ദിലീപ് വൈകല്യമുള്ള സൗണ്ട് പോലെ അഭിനയിച്ച സിനിമയാണ് സൗണ്ട് തോമ. സൗണ്ട് തോമ എന്ന സിനിമയിൽ ഗോപി സുന്ദർ നൽകിയ ഗാനം കേൾക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൗണ്ട് തോമ എന്ന സിനിമയിലെ പാട്ട് ഏതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. അടുത്ത സിനിമയിലേക്ക് നമുക്ക് പോകാം. അടുത്ത സിനിമ എന്ന് പറയുന്നത് റിംഗ് മാസ്റ്റർ. റാഫിയുടെ സംവിധാനത്തിൽ ദിലീപ് നായകനായ ഈ സിനിമയ്ക്കും ഗോപി സുന്ദർ തന്നെയാണ് മ്യൂസിക് നൽകിയത്. അപ്പോൾ എന്തായാലും മ്യൂസിക് കേൾക്കൂ. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിലെ പാട്ട് ഏതാണെന്ന് കമന്റിൽ പറയൂ. അടുത്ത സിനിമ എന്ന് പറയുന്നത് മര്യാദ രാമൻ എന്ന സിനിമയാണ്. ഇതൊരു തെലുങ്കിന്റെ റീമേക്ക് ആണ്, ഇതല്ല ഒറിജിനൽ. അപ്പോൾ ദിലീപ് നായകനായ ഇവൻ മര്യാദ രാമൻ എന്ന സിനിമയിലെ ഗോപി സുന്ദർ നൽകിയ മ്യൂസിക്. ഇപ്പോൾ ഗോപി സുന്ദറിന്റെ വർക്കുകളിൽ വന്ന സിനിമകൾ പറയുമ്പോൾ ആ സിനിമയിലെ ഒരു ഗാനമായിരിക്കും ഉൾപ്പെടുത്തുക. അടുത്ത സിനിമ എന്ന് പറയുന്നത് ടു കൺട്രീസ്. ഷാഫി സംവിധാനം ചെയ്ത ദിലീപിന്റെ ആദ്യത്തെ 50 കോടിയായി മാറിയ ടു കൺട്രീസ് എന്ന സിനിമയിൽ ഗാനം നൽകിയിരിക്കുന്നത് ഗോപി സുന്ദറാണ്. കേട്ടു നോക്കൂ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗോപി സുന്ദർ മ്യൂസിക് നൽകിയ സിനിമകൾ ഏതാണെന്നൊന്ന് പറയണേ. അടുത്തത് കെ ബിജു സംവിധാനം ചെയ്ത ജോർജേട്ടൻസ് പൂരം എന്ന സിനിമയിലെ ഗോപി സുന്ദർ ഗാനം. ഇത് ദിലീപിന് വേണ്ടി ഗോപി സുന്ദർ നൽകിയ 3ാമത്തെ സിനിമയാണ് ജോർജേട്ടൻസ് പൂരം. അടുത്ത സിനിമയിലേക്ക് പോകാം. അടുത്ത സിനിമ എന്ന് പറയുന്നത് രാമലീല. സച്ചിയുടെ തിരക്കഥയിൽ അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീലയ്ക്ക് കടുത്ത BGMുമായി നൽകിയ ഗോപി സുന്ദറിന്റെ ഈ ഗാനം. ഗോപി സുന്ദർ നൽകിയ ഈ ഗാനം മാത്രമല്ല കുറേയുണ്ട്, പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ കൊണ്ടാണ് കൊടുക്കാത്തത്. അടുത്ത സിനിമ എന്ന് പറയുന്നതാണ് കമാര സംഭവം. ദിലീപിന്റെ പെർഫോമൻസ് കൊണ്ടും നിറഞ്ഞാടിയ കമാര സംഭവം എന്ന സിനിമയിലും ഗോപി സുന്ദറുകൾ തന്നെയാണ് വികാരങ്ങളായി BGM നൽകിയത്. കമാര സംഭവം എന്ന സിനിമയിലെ അതിഭീകരമായ BGMകളും കാരണങ്ങളാണ്. അടുത്ത സിനിമയിലേക്ക് പോകാം. അടുത്ത സിനിമ എന്ന് പറയുന്നതാണ് കോടതി സമക്ഷം ബാലം വക്കീൽ എന്ന സിനിമയാണ്. ഈ സിനിമ ദിലീപ് ഒരു വിക്കനായിട്ടാണ് അഭിനയിച്ചത്. ഈ സിനിമയിലും ഗോപി സുന്ദറാണ് മ്യൂസിക് നൽകിയത്. അടുത്ത സിനിമ എന്ന് പറയുന്നതാണ് ജാക്ക് ആൻഡ് ഡാനിയൽ. നമ്മുടെ സ്പീഡ് ട്രാക്ക് സിനിമ സംവിധാനം ചെയ്ത സംവിധായകനാണ് ഇത് സംവിധാനം ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ ഗോപി സുന്ദർ സോങ് ഒന്ന് കേട്ടു നോക്കൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ദിലീപും ഗോപി സുന്ദറും തമ്മിലുള്ള ബന്ധം ഇന്നു മുതൽ തുടങ്ങിയതല്ല എന്ന്. അപ്പോൾ അടുത്ത സിനിമയാണ് ബബ്ബബ്ബ. ബബ്ബബ്ബ എന്ന സിനിമയിൽ ഗോപി സുന്ദർ മ്യൂസിക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മ്യൂസിക് നല്ല ഔട്ട്പുട്ടായി നല്ല BGMും നല്ല സോങ്ങുകളും ആയിട്ട് ഗോപി സുന്ദർക്ക് ബബ്ബബ്ബയിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.